Okay, fifth module, Geomatics. അപ്പോൾ ഇതിൽ മെയിൻലി ഡീൽ ചെയ്യുന്ന സെക്ഷൻ എന്ന് പറയുന്നത് റിമോട്ട് സെൻസിങ് ആണ്. ഓക്കെ, റിമോട്ട് സെൻസിങ് ബേസിക്കലി എന്ന് പറഞ്ഞാൽ ഏതൊരു ജിയോഗ്രാഫിക്കൽ ഫീച്ചർ, ഇപ്പോൾ ഒരു ബിൽഡിങ്ങിൻ്റെ എലിവേഷൻ ആവട്ടെ, ഒരു ലാൻഡ് ഏരിയ ആവട്ടെ, അതൊക്കെ എന്താ പറയുക മെഷർ ചെയ്യുക അല്ലെങ്കിൽ അതിലുള്ള ഡാറ്റ റെക്കോർഡ് ചെയ്യുന്നതിനാണ് റിമോട്ട് സെൻസിങ് എന്ന് പറയുക. അപ്പോൾ റിമോട്ട് സെൻസിങ് ബേസിക്കലി യൂസ് ചെയ്യുന്നതെന്ന് പറയുമ്പോഴത്തേക്കും ഒരു സെൻസർ വെച്ചിട്ട് ഏതൊരു ഒബ്ജക്റ്റ് ഒബ്ജക്റ്റിൽ നിന്ന് കിട്ടുന്ന ലൈറ്റിനെ റെക്കോർഡ് ചെയ്യും. ഓക്കെ, കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് കണ്ണിനകത്തോട്ട് വരുമ്പോൾ പറയാം. അത് റെക്കോർഡ് ചെയ്യും. എന്നിട്ട് ആ റെക്കോർഡ് ചെയ്യുന്ന ഡാറ്റേനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നതിനാണ് റിമോട്ട് സെൻസിങ് എന്ന് പറയാം. ഓക്കെ, ഈ റെക്കോർഡ് ചെയ്യുന്ന ലൈറ്റ് എന്ന് പറയുന്നത് ചിലപ്പം ആ സോഴ്സ് തന്നെ ക്രിയേറ്റ് ചെയ്തായിരിക്കും, അല്ലെങ്കിൽ അത് റിഫ്ലക്റ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ സ്കാറ്റർ ചെയ്യുന്നതോ ടൈപ്പുള്ള ലൈറ്റിൽ നിന്നായിരിക്കും എടുക്കാം. അപ്പോൾ അതിന് ബാക്കി തിയറി സെക്ഷൻ ആയതുകൊണ്ട് ജസ്റ്റ് റഫായിട്ട് ഒരു ടോപ്പിക്ക് പറയാം. എന്നിട്ട് ആ ടോപ്പിക്കിൻ്റെ മീൻസ് തിയറി വായിച്ചിട്ട് എന്തെങ്കിലും മിസ്സായി പോയിട്ട് ഡീറ്റെയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. What is remote sensing? Remote sensing is a science and art of acquiring information about an object, area or phenomena under study without actually being in any physical contact with them. This is done by sensing or recording reflected or emitted energy and processing, analyzing and applying the information. അതായത് നമ്മളൊരു സാധനത്തിന് തൊടാതെയോ അല്ലെങ്കിൽ ആ ഏരിയയിൽ പോവാതെ ദൂരെ നിന്നിട്ട്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സാറ്റലൈറ്റ് വെച്ചിട്ട് നമ്മൾ എന്താ പറയുക ഈ GPS ഡാറ്റയൊക്കെ എടുക്കത്തില്ലേ, അങ്ങനത്തെ അതിന്. പിന്നെ നമ്മളിപ്പം റൂമിൽ ഇരുന്നുകൊണ്ട് തന്നെ വേറെ എവിടെയെങ്കിലും ഒരു ക്യാമറ വെച്ചിട്ട് അതിൽ നിന്ന് ഡാറ്റ എടുക്കുന്നതൊക്കെയും റിമോട്ട് സെൻസിങ്ങിൻ്റെ അണ്ടറിൽ പെടുന്നത്. അപ്പോൾ അതിനകത്തുള്ള മെയിൻ കമ്പോണൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, സെൻസർ. റിമോട്ട് സെൻസിങ് ഡിവൈസ് റെക്കോർഡ്സ് ദ വേവ് ലെങ്ത് ഓഫ് എനർജി റിഫ്ലക്റ്റഡ് ഓർ എമിറ്റഡ് ഫ്രം എ ടാർഗറ്റ്. അതായത് ഏതെങ്കിലും ഒരു മെറ്റീരിയലിൻ്റെ മുകളിൽ നിന്ന് ഒരു എനർജി, അല്ലെങ്കിൽ എനർജി എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് ലൈറ്റാണ്. ലൈറ്റിന് തന്നെ ഇപ്പം അത് ആ റീജിയൻ വരുമ്പോൾ പറയാം. ഓക്കെ, എനർജി ബേസിക്കലി അതിൽ നിന്ന് റിഫ്ലക്റ്റ് ചെയ്യുന്ന ലൈറ്റ് തന്നെ നിങ്ങൾ മനസ്സിലാക്കി വെച്ചോ, അങ്ങനെ തന്നെ കൺസിഡർ ചെയ്യുന്നത് എളുപ്പം. പിന്നെ പ്ലാറ്റ്ഫോം. ദ വെഹിക്കിൾ ഓർ ദ കരിയർ ഫോർ ദ റിമോട്ട് സെൻസർ ടു കളക്ട് ആൻഡ് റെക്കോർഡ് എനർജി റിഫ്ലക്റ്റഡ് ഓർ എമിറ്റഡ് ഫ്രം എ ടാർഗറ്റ് ഓർ സർഫസ് ഇസ് കോൾഡ് പ്ലാറ്റ്ഫോം. ദ സെൻസർ മസ്റ്റ് റിസൈഡ് ഓൺ എ സ്റ്റേബിൾ പ്ലാറ്റ്ഫോം റിമൂവ് ഫ്രം ദ ടാർഗറ്റ് ഓർ സർഫസ് ബീങ് ഒബ്സർവ്ഡ്. ഓക്കെ, അതായത് നമ്മളീ പറയുന്ന സെൻസറിനെ വെക്കുന്നൊരു സാധനത്തിനാണ് നമ്മളീ പറയുന്ന പ്ലാറ്റ്ഫോം എന്ന് വെക്കുക. ഫോർ എക്സാമ്പിൾ ഈ സെൻസേഴ്സ് ചിലപ്പം ഒരു വണ്ടിയിലിരിക്കുകയാണെങ്കിൽ, വണ്ടിയിൽ മൂവ് ചെയ്യുന്ന വണ്ടി വെച്ചാൽ നമ്മൾ ട്രാഫിക് സ്റ്റഡിയൊക്കെ നടത്തുവാണെങ്കിൽ വണ്ടിയാണ് പ്ലാറ്റ്ഫോം. അല്ലെങ്കിൽ ഇപ്പോൾ സാറ്റലൈറ്റിൻ്റെ മുകളിലാണെങ്കിൽ സാറ്റലൈറ്റാണ് പ്ലാറ്റ്ഫോം. അതിന് പകരം ഇപ്പോൾ നമ്മൾ ഈ വാറൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഡ്രോൺസൊക്കെ വിടും അവിടെ, മീൻസ് സ്ട്രാറ്റജിക് പൊസിഷൻ ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി. അപ്പോൾ അങ്ങനെ വെക്കുമ്പോഴത്തേക്ക് ആ ഡ്രോൺസും അല്ലെങ്കിൽ പ്ലെയിനിൽ നിന്നൊക്കെ നമ്മൾ ക്യാമറ വെച്ച് ഫോട്ടോ എടുക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ഇതിനൊക്കെയാണ് ആ വെഹിക്കിൾ അല്ലെങ്കിൽ സെൻസർ എന്തിനു മുകളിലാണ് ഇരിക്കുന്നത് അതിനാണ് പ്ലാറ്റ്ഫോം എന്ന് വെക്കുക. Platforms for remote sensors may be situated on the ground, on an aircraft or a balloon, or on a spacecraft or satellite outside the Earth's atmosphere. അതായത് നേരത്തെ ഒരു ഗ്രൗണ്ട് എന്നൊക്കെ പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്താ പറയുക, ഈ സർവൈലൻസിന് ഉപയോഗിക്കുന്ന ക്യാമറ അല്ലെങ്കിൽ ട്രാഫിക് സ്റ്റഡിക്ക് യൂസ് ചെയ്യുന്ന ക്യാമറ, അതിലേക്കാണ് ഗ്രൗണ്ടിൽ സിറ്റുവേറ്റ് ചെയ്യുക. നേരത്തെ പറഞ്ഞ എയർക്രാഫ്റ്റ് അല്ലെങ്കിൽ ബലൂൺ എന്ന് പറയുന്നത് മുകളിൽ, അല്ലെങ്കിൽ ഫ്ലൈറ്റ് ഓടിച്ചിട്ട് ആ ഏരിയയിലുള്ള എന്തൊക്കെയാണ് അഗ്രികൾച്ചർ എന്നൊക്കെ സ്റ്റഡി ചെയ്യാനൊക്കെ യൂസ് ചെയ്യും. അങ്ങനത്തെ കേസിലൊക്കെ യൂസ് ചെയ്യുന്നതാണ് ഫ്ലൈറ്റും ബലൂൺസ് എന്നൊക്കെ. ബലൂൺ എന്ന് പറഞ്ഞാൽ ഈ സിനിമയിൽ കാണാറില്ല, ഇങ്ങനെ ഫ്ലോട്ട് കിടക്കുന്ന ആ ടൈപ്പ് സാധനം. നോർമൽ പിള്ളേരുടെ ബലൂണല്ല, ഈ ടൈപ്പ് എന്താ പറയുക ആൾക്കാർക്ക് കയറാൻ പറ്റുന്ന ടൈപ്പ് സാധനമില്ലേ അത്. ഗ്രൗണ്ട് ബേസ്ഡ് പ്ലാറ്റ്ഫോം. ഗ്രൗണ്ട് ബേസ് ലാഡർ, സ്കാഫോൾഡിങ്, ടോൾ ബിൽഡിങ്സ്, ചെറി പിക്കർ, ക്രെയിൻ. അതായത് ഈ പറയുന്ന ഒരു ലാഡറിൻ്റെ മുകളിൽ ക്യാമറ വെക്കുക, അല്ലെങ്കിൽ പറഞ്ഞാൽ വലിയ ബിൽഡിങ്ങിൻ്റെ മുകളിൽ വെക്കുക, അതിനൊക്കെയാണ് അവർ ഉദ്ദേശിക്കുന്നത് ഗ്രൗണ്ട് ബേസ്ഡ് പ്ലാറ്റ്ഫോം. ഏരിയൽ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് പ്രൈമറിലി സ്റ്റേബിൾ വിങ് എയർക്രാഫ്റ്റ്. ഓൾദോ മീൻസ് സാധാരണ ഡ്രോൺസ് അല്ലെങ്കിൽ വിങ്സ് ഉള്ള എയർക്രാഫ്റ്റാണ് ഉപയോഗിക്കുന്നത്, പക്ഷേ ഹെലികോപ്റ്റേഴ്സും ചില സമയത്ത് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ സാറ്റലൈറ്റ് പ്ലാറ്റ്ഫോം. ഇൻ സ്പേസ് റിമോട്ട് സെൻസിങ് ഇസ് കണ്ടക്റ്റഡ് ഫ്രം ദ സ്പേസ് ഷട്ടിൽ ഓർ മോർ കോമൺലി ഫ്രം സാറ്റലൈറ്റ്സ്. ഓക്കെ, സ്പേസിൽ സാറ്റലൈറ്റ്സ് അല്ലെങ്കിൽ സ്പേസ് ഷട്ടിൽ വെച്ചിട്ടാണ് ചെയ്യാറ്. ഓക്കെ, ഇൻ മച്ച് ഓഫ് ദ റിമോട്ട് സെൻസിങ് ദ പ്രോസസ് ഇൻവോൾവ്സ് ആൻ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ദ incident radiation and the target of the interest. However, the remote sensing also involves the sensing of the emitted energy and the use of non-imaging techniques. അതായത് ബേസിക്കലി അവർ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഈ പറയുന്ന ലൈറ്റ്, ഇപ്പം
ഒരു ലൈറ്റ് എമിറ്റ് ചെയ്യുന്ന സാധനം, ഫോർ എക്സാമ്പിൾ ബൾബൊക്കെ ആണെങ്കിൽ അത് തന്നെ എമിറ്റ് ചെയ്യും. പക്ഷേ നമ്മൾ സെൻസ് ചെയ്യുന്ന സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ഗ്രൗണ്ടിലുള്ള ഫീച്ചേഴ്സാണ്. ഈ ഗ്രൗണ്ടിലുള്ള ഫീച്ചേഴ്സിനൊന്നും അതിൻ്റേതായ എനർജി അല്ലെങ്കിൽ അതിൻ്റേതായ ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഇതില്ല. ഒന്നെങ്കിൽ പറഞ്ഞ അടുത്തുള്ള സ്ട്രീറ്റ് ലൈറ്റിൽ നിന്നുള്ള ലൈറ്റ് അല്ലെങ്കിൽ പറയുന്ന പോലെ സണ്ണിൻ്റെ ലൈറ്റ് കാരണമാണ് അതിന്ന് അത് കാണാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ ചെടി പച്ചയായിട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അതിന് മുകളിൽ സൺലൈറ്റ് അടിച്ച് കഴിയുമ്പോഴത്തേക്ക് അത് പച്ചയാകുന്നത്. അപ്പോൾ ആ ഒരു ഇൻട്രാക്ഷൻ ലൈറ്റ് ഏതെങ്കിലും ഒരു മെറ്റീരിയലിൻ്റെ മുകളിൽ പോയിട്ട് അടിക്കുമ്പോഴാണ് നമുക്കത് കാണാൻ പറ്റുക. അപ്പം ആ ഇൻട്രാക്ഷനെ ബേസ് ചെയ്തിട്ടായിരിക്കും വെള്ളം വെള്ളമെന്ന് മനസ്സിലാകുന്നത് എങ്ങനെയാണ്? ലൈറ്റ് അതിന് മുകളിൽ അടിക്കുമ്പോൾ ഒന്ന് തിളങ്ങും, അല്ലെങ്കിൽ കുറച്ച് തിളങ്ങും, കുറച്ച് അതിൻ്റെ അകത്തൂടെ പാസ്സായി പോകും. അതേ സമയത്ത് ഗ്ലാസ് ആണെങ്കിൽ കുറച്ച് നല്ല തിളങ്ങും, പക്ഷേ മിറർ ടൈപ്പ് സർഫസ് ആണെങ്കിൽ നല്ലോണം റിഫ്ലക്റ്റ് ചെയ്യും. അങ്ങനെ ഓരോ മെറ്റീരിയൽ മുകളിലും ലൈറ്റ് അടിക്കുന്ന സമയത്ത് ഡിഫറെൻ്റ് ആയിട്ടായിരിക്കുമല്ലോ. അതേ സമയത്ത് നമ്മളിപ്പോൾ എന്താ പറയുക, ഒരു ഇപ്പം നല്ല മെഷ് അല്ലെങ്കിൽ തുണിയുടെ മുകളിലൊക്കെ അടിക്കാൻ പോയാൽ നമ്മൾ നേരെ ഈ പറയുന്ന പോലെ ഗ്ലാസിൻ്റെ മുകളിൽ അടിക്കുന്ന പോലെയല്ലോ, കുറേ ലൈറ്റ് സ്കാറ്ററായി പോവും, അങ്ങനെയൊക്കെ ആയി പോകും. അങ്ങനത്തെ ഡിഫറൻസ് ഇല്ല. അപ്പോൾ ഓരോ മെറ്റീരിയലിൻ്റെ മുകളിൽ അടിക്കുന്ന സമയത്ത് നല്ല തിളങ്ങിയിരിക്കുന്ന മെറ്റീരിയലാണെങ്കിൽ നല്ലോണം മീൻസ് തിരിച്ച് ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യും. പക്ഷേ ഇച്ചിരി റഫായിട്ടുള്ള സർഫസ് ആണെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ട് റിയാക്ട് ചെയ്യും. അപ്പോൾ ഓരോരോ റിയാക്ഷൻ മീൻസ് ലൈറ്റ് അടിക്കുന്ന സമയത്ത് അത് എങ്ങനെയാണോ കാണാതിരിക്കുന്നത് അത് ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും നമ്മൾ റിമോട്ട് സെൻസ് ചെയ്യുന്നത്. ഓക്കെ. പിന്നെ however remote sensing also involves the sensing of emitted energy and the use of നോൺ ഇമേജിങ് സെൻസസ്. അതായത് ഇപ്പം ഈ പറയുന്ന പോലെ ലൈറ്റ് സെൻസ് ചെയ്യുന്ന മാത്രമല്ല, വേറെ ഈ പറയുന്ന പോലെ ഡിസ്റ്റൻസ് മെഷറിങ് അല്ലെങ്കിൽ പറയുന്ന പോലെ വേറെ എനർജിയൊക്കെ വെച്ചിട്ടാണെങ്കിലും, ലൈറ്റ് അല്ലാതെ വേറെ ഇപ്പോൾ സൗണ്ട് വെച്ചിട്ടോ സൗണ്ട് റിഫ്ലക്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് എങ്ങനെയാണ് റിയാക്ഷൻ, അങ്ങനെയൊക്കെ ഇത് മെഷർ ചെയ്യാറുണ്ട്. റിമോട്ട് സെൻസിങ് യൂസ് ചെയ്യാറുണ്ട് പല അതൊരു എക്സെപ്ഷണൽ കേസസ് ആണ്. അപ്പോൾ ബേസിക് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ഈ എ എന്ന് പറയുന്നത് സോഴ്സ് ഓഫ് ലൈറ്റാണ്. അതിൽ നിന്ന് ലൈറ്റ് പറഞ്ഞ പോലെ അറ്റ്മോസ്ഫിയറിൽ കൂടെ പാസ് ചെയ്ത് നമ്മുടെ സി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ഫോർ എക്സാമ്പിൾ ഒരു സി എന്ന് പറഞ്ഞാൽ നമ്മുടെ മെറ്റീരിയലാണെന്ന് വെച്ചോ, അല്ലെങ്കിൽ സെൻസ് ചെയ്യുന്ന ഏരിയയിലുള്ള പ്രോപ്പർട്ടി എന്ന് വെച്ചോ. ഓക്കെ. ആ പ്രോപ്പർട്ടിയായിട്ട് ഇൻട്രാക്ട് ചെയ്യും. ഒന്നെങ്കിൽ റിഫ്ലക്റ്റ് ചെയ്യും, അല്ലെങ്കിൽ അതിൽ കൂടെ പാസ് ചെയ്ത് പോകും, അല്ലെങ്കിൽ അത് തന്നെ അബ്സോർബ് ചെയ്യും. അങ്ങനത്തെ പല എന്തെങ്കിലും ഇൻട്രാക്ഷൻ ഉണ്ടാവും. ആ ഇൻട്രാക്ഷൻ നമുക്ക് സാറ്റലൈറ്റ് ഇരിക്കുന്ന സെൻസർ വെച്ച് റെക്കോർഡ് ചെയ്യാം. അപ്പം ഈ ലൈറ്റ് മറ്റേ അറ്റ്മോസ്ഫിയറിലോട്ട് പാസ് ചെയ്ത് പറയുന്ന ഒബ്ജക്റ്റിലെത്തും. പിന്നെ ആ ഒബ്ജക്റ്റിൽ നിന്നുള്ള ലൈറ്റ് അറ്റ്മോസ്ഫിയറിൽ കൂടെ പിന്നെയും പാസ് ചെയ്ത് സാറ്റലൈറ്റിലെ സെൻസറിലെത്തും. എന്നിട്ട് ആ സെൻസറിലുള്ള ഡാറ്റ ഗ്രൗണ്ടിലുള്ള സ്റ്റേഷനോ അല്ലെങ്കിൽ സാറ്റലൈറ്റ് അടുത്ത് വേറൊരു സാറ്റലൈറ്റോടോ സെൻഡ് ചെയ്തിട്ട് അത് നമ്മൾ ആ സ്റ്റേഷനിലുള്ള എന്താ പറയുക, ഒന്നുകിൽ വേറൊരു സാറ്റലൈറ്റ് സെൻഡ് ചെയ്തിട്ട് സ്റ്റേഷനിലോട്ട് അയക്കും, അല്ലെങ്കിൽ നേരിട്ട് സ്റ്റേഷനിലോട്ട് അയച്ചിട്ട് അവിടുത്തെ കമ്പ്യൂട്ടറിങ് ഇമേജിങ് ടെക്നിക്സ് ഒക്കെ വെച്ചിട്ട് നമ്മൾ ആ ഡാറ്റ ഇൻ്റർപ്രറ്റ് ചെയ്യും. ഓക്കെ. ഇത് മെയിൻലി യൂസ് ചെയ്യുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ ടോപ്പിക്കിൽ എത്തുമ്പോഴത്തേക്കും ഡീറ്റെയിൽഡ് മനസ്സിലാവും. ആ സമയത്ത് കുറച്ച് ഡീറ്റെയിൽഡ് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഇതിനകത്തുള്ള ഓരോ കമ്പോണൻസ് അല്ലെങ്കിൽ പ്രോസസ്സിൽ എന്തൊക്കെയാണ് ഇൻവോൾവ് ചെയ്യുന്നതെന്ന് പറയാം. ഒന്ന്, എനർജി സോഴ്സ് ഓർ ഇലുമിനേഷൻ. ദ ഫസ്റ്റ് റിക്വയർമെൻറ്റ് ഓഫ് റിമോട്ട് സെൻസിങ് ഇസ് ടു ഹാവ് എൻ എനർജി സോഴ്സ് വിച്ച് ഇലുമിനേറ്റ്സ് ഓർ പ്രൊവൈഡ്സ് ഇലക്ട്രോമാഗ്നറ്റിക് എനർജി ടു ദ ടാർഗറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. നമ്മൾ ഈ എനർജി എന്ന് ഇപ്പോഴും പറയാൻ കാരണം എന്ന് വെച്ചാൽ ബേസിക്കലി സണ്ണിൽ നിന്ന് വെട്ടം വരുന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് വിസിബിൾ സ്പെക്ട്രം എന്നാണ് പ്ലസ് ടു പഠിച്ചിട്ടുള്ള. പക്ഷേ കാണാൻ പറ്റാത്ത കുറച്ച് ലൈറ്റുണ്ട്, ഇൻഫ്രാറെഡ്, UV എന്നൊക്കെ പറഞ്ഞതുകൊണ്ട്. ആ പറയുന്ന ലൈറ്റുകളും ഈ പറയുന്ന സെൻസേഴ്സിന് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ലൈറ്റിൻ്റെ പ്രോപ്പർട്ടി ഓരോ ടൈപ്പ് ലൈറ്റ് ഓരോ മെറ്റീരിയൽ അടിക്കുന്ന സമയത്തും ഡിഫറെൻറ്റ് രീതിയിലായിരിക്കും ഇൻട്രാക്ട് ചെയ്യുന്നത്. ഇപ്പം ഒത്തിരി ചൂടുള്ള മെറ്റീരിയൽ ആണെങ്കിൽ അതിൽ നല്ലോണം ഇൻഫ്രാറെഡ് റേഡിയേഷൻ ഇങ്ങോട്ട് ഇമിറ്റ് ചെയ്യും. അത് ശരിക്കും മനസ്സിലാണെങ്കിൽ നമ്മുടെ TV റിമോട്ടൊക്കെ ഇല്ലേ, TV റിമോട്ടൊക്കെ നമ്മുടെ ഫോണിൻ്റെ ക്യാമറയുടെ ഫ്രണ്ട് വെച്ച് നിൽക്കാൻ പോയാൽ ഒരു ചെറിയ ലൈറ്റ് കാണാൻ പറ്റും. പക്ഷേ നമ്മൾ ദൂരെ ഫോണിൻ്റെ ക്യാമറ മാറ്റി വെക്കാൻ നമ്മുടെ കണ്ണുകൊണ്ട് അത് കാണാൻ പറ്റത്തില്ല. അതാണ് ഈ സെൻസേഴ്സ് വെച്ചിട്ട് നമുക്ക് കാണാൻ പറ്റത്ത കുറേ ലൈറ്റും കാണാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ എനർജി അല്ലെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ എന്ന് പറയുന്നത്. ബിക്കോസ് ലൈറ്റ് നമുക്ക് കാണാൻ പറ്റുന്ന ലൈറ്റും ഒരു ഇലക്ട്രോമാഗ്നറ്റിക് എനർജിയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ എനർജി എന്ന് പറയുന്നത്. പിന്നെ ഈ പറയുന്ന സാധനം അറ്റ്മോസ്ഫിയറിൽ കൂടെ പോകുമ്പോഴത്തേക്കും ചില ലൈറ്റ് ഇപ്പോൾ UV അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ എന്താ പറയുക UV ഒക്കെ ആണെങ്കിൽ ഓസോൺ ലെയർ കൂടെ പാസ് ചെയ്യുമ്പോഴത്തേക്കും കുറേ ഫിൽട്ടർ ആവും. അപ്പോൾ അതുകൊണ്ടാണ് ഇൻട്രാക്ഷൻ വിത്ത് അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്. അതായത് ആസ് എനർജി ട്രാവൽസ് ഫ്രം ഇറ്റ് സോഴ്സ് ടു ടാർഗറ്റ് ഇറ്റ് വിൽ കം ഇൻ കോൺടാക്ട് വിത്ത് ആൻഡ് ഇൻട്രാക്ട് വിത്ത് ദി അറ്റ്മോസ്ഫിയർ ഇറ്റ് പാസസ് ത്രൂ. അതായത് പാസ് ചെയ്യുന്ന അറ്റ്മോസ്ഫിയറിൽ കൂടെ ഇൻട്രാക്ട് ചെയ്തിട്ട് അതിൻ്റെ പ്രോപ്പർട്ടീസൊക്കെ ചേഞ്ച് ചെയ്യും. ഈ സണ്ണിൽ നിന്ന് വരുന്ന അതേ ലൈറ്റൊന്നും ആയിരിക്കത്തില്ല എർത്തി വരുന്നത്. കുറച്ചൊക്കെ ഇങ്ങോട്ടും കുറച്ച് UV റേഡിയേഷനൊക്കെ റിഫ്ലക്റ്റ് ചെയ്ത് പോകും. ചിലതൊക്കെ ഓസോണിൽ അബ്സോർബ് ആവും. അപ്പം കംപ്ലീറ്റ്ലി ആ ലൈറ്റ് തന്നെ ആയിരിക്കത്തില്ല നമുക്ക് എർത്ത് സർഫേസിൽ കിട്ടുക. ദിസ് ഇൻട്രാക്ഷൻ മേ ടേക്ക് പ്ലേസ് അറ്റ് എ സെക്കൻഡ് ടൈം ആസ് ദ എനർജി ട്രാവൽസ് ഫ്രം ദ ടാർഗറ്റ് ടു ദ സെൻസർ. അതായത് നമ്മുടെ മെറ്റീരിയലിൽ നിന്ന് സെൻസറോട് പോകുന്ന സമയത്ത് പിന്നെ അറ്റ്മോസ്ഫിയറിൽ കൂടെ ഒക്കെ പോകുന്നതുകൊണ്ട് തന്നെ ഈ ലൈറ്റ് റേസ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിഫ്ലക്റ്റും റിഫ്രാക്റ്റൊക്കെ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്.
പിന്നെ ഇൻട്രാക്ഷൻ വിത്ത് ടാർഗറ്റ് ഓർ എർത്ത് സർഫസ് ഫീച്ചേഴ്സ്. അതായത് ഇപ്പോൾ എർത്ത് സർഫസിലുള്ള ഓരോരോ കാര്യം മീൻസ് ചെടിയാണോ അല്ലെങ്കിൽ വെള്ളമാണോ ആ സാധനങ്ങളൊക്കെ ഓരോ ഡിഫറെൻറ്റ് രീതിയിലായിരിക്കും നമ്മളീ പറയുന്ന ലൈറ്റായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നത്. ആ ഇൻട്രാക്ഷനാണ് നമ്മൾ ഇൻട്രാക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പം റിഫ്ലക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ അബ്സോർബ് ചെയ്യുക അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എന്താ പറയുക ഒരു അത് മീൻസ് അതിൻ്റെ ഇൻട്രാക്ഷൻസ് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ വരും. ഇപ്പോൾ പറയാൻ പോലും ഡൗട്ട് വരത്തേ ഉള്ളൂ. ഇൻട്രാക്ഷൻ പറഞ്ഞു. പിന്നെ നെക്സ്റ്റ് റെക്കോർഡിംഗ് ഓഫ് എനർജി ബൈ ദ സെൻസർ. ആഫ്റ്റർ ദ എനർജി ഹാസ് ബീൻ സ്കാറ്റേർഡ് ബൈ or emitted from the target, we require a sensor to collect and record the electromagnetic radiation. അതായത് ഈ സാറ്റലൈറ്റിൻ്റെ മുകളിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ക്യാമറയോ അല്ലെങ്കിൽ പറയുന്ന വേറെ സെൻസേഴ്സൊക്കെ വെക്കും. ആ സെൻസേഴ്സാണ് ഈ പറയുന്ന ഡാറ്റ അല്ലെങ്കിൽ ലൈറ്റ് അബ്സോർബ് ചെയ്തിട്ട് ഈ ഏരിയയിൽ നിന്ന് ഈ ടൈപ്പ് ലൈറ്റാണ് കിട്ടിയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഡാറ്റയായിട്ട് തിരിച്ച് സെൻഡ് ചെയ്യുന്നത്. പിന്നെ ഇതാ ട്രാൻസ്മിഷൻ, റിസംഷൻ ആൻഡ് പ്രോസസ്സിങ്. അതായത് ഈ പറയുന്ന ഡാറ്റ, ഈ സെൻസർ എടുത്തേക്കുന്ന ഡാറ്റ അത് ആ സെൻസറിൽ നിന്ന് നമുക്ക് പറഞ്ഞാൽ എർത്തിലോട്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു സിസ്റ്റത്തിലോട്ട് എത്തണം. അതിനാണ് ട്രാൻസ്മിഷൻ, റിസപ്ഷൻ ആൻഡ് പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് ഒരു പെർട്ടിക്കുലർ ആൻറ്റിനയൊക്കെ വെച്ച് അത് സെൻഡ് ചെയ്യും. അതായത് ഇവിടുത്തെ ഡിഷൊക്കെ വെച്ചിട്ട് എർത്ത് സർഫസിലുള്ള ഡിഷൊക്കെ വെച്ചിട്ട് നമ്മളത് റിസീവ് ചെയ്യും. അത് പിന്നെ നമ്മൾ പറഞ്ഞ പോലെ ഈ പറയുന്ന കമ്പ്യൂട്ടറിലിട്ട് പ്രോസസ്സ് ചെയ്യും. ദ എനർജി റെക്കോർഡ് ബൈ ദ സെൻസർ ഹാസ് ടു ബി ട്രാൻസ്മിറ്റഡ് ഓഫൺ ഇൻ ഇലക്ട്രോണിക് ഫോം ടു എ റിസീവിംഗ് ആൻഡ് പ്രോസസ്സിംഗ് സ്റ്റേഷൻ വെയർ ദ ഡാറ്റ ആർ പ്രോസസ്ഡ് ഇൻ ടു ഇമേജ്. അതായത് ആ പറയുന്നതിനെ നമുക്കൊരു ഇമേജായിട്ട് പടമായിട്ട് കൺവേർട്ട് ചെയ്യും. അല്ലാതെ റോ ഫോമിൽ നമുക്കങ്ങനെ മീൻസ് ഈ കമ്പ്യൂട്ടർ കോഡ് സെൻസറിൽ നിന്ന് വരുന്ന ഡാറ്റയാണ്. അത് നമുക്കിങ്ങനെ ഒരു പ്രോസസ്സിംഗ് ഉണ്ടെങ്കിൽ അങ്ങനെ ചേഞ്ച് ചെയ്തെടുക്കാൻ പറ്റും. ബേസിക്സ് ആണ്, എന്നാലും ഞാൻ പറഞ്ഞു പോകുന്നുള്ളൂ. ഇന്റർപ്രിട്ടേഷൻ ആൻഡ് അനാലിസിസ്. ദ പ്രോസസ് ഇമേജ് ഈസ് ഇന്റർപ്രറ്റഡ് വിഷ്വലി ഓർ ഡിജിറ്റലി ഓർ ഇലക്ട്രോണിക്കലി ടു എക്സ്ട്രാക്ട് ഇൻഫർമേഷൻ അബൌട്ട് ദ ടാർഗറ്റ് വിച്ച് ഇസ് ഇലിമിനേറ്റഡ്. അതായത് ഇപ്പോൾ ഒരു ഏരിയ നമ്മൾ ഫോർ എക്സാമ്പിൾ എന്താ പറയുക എറണാകുളത്തുള്ള ട്രിവാൻഡ്രം സിറ്റിയുടെ നമ്മൾ ഫോട്ടോ സാറ്റലൈറ്റ് വെച്ച് എടുത്തു കഴിയുമ്പോഴത്തേക്കും കുറച്ച് ഏരിയയിലൊക്കെ നമുക്ക് പച്ചപ്പുണ്ട്. അപ്പോൾ ട്രിവാൻഡ്രം സിറ്റിയുടെ ടോട്ടൽ ഏരിയയുടെ എത്ര ശതമാനം ഏരിയ പച്ചപ്പുണ്ട് അല്ലെങ്കിൽ വെജിറ്റേഷൻ ഉണ്ടെന്ന് നമുക്ക് ആ പറയുന്ന ഫോട്ടോ എന്ന് ഡിജിറ്റലി അല്ലെങ്കിൽ പറയുന്നത് നമുക്ക് കണ്ടിട്ട് ഏരിയ മാർക്ക് ചെയ്തിട്ടാണെങ്കിലും കണ്ടുപിടിക്കാമല്ലോ. അപ്പോൾ അതിനെയാണ് ഇപ്പോൾ പറഞ്ഞാൽ ഞാൻ വെജിറ്റേഷൻ എമൗണ്ട് കണ്ടുപിടിക്കേണ്ട ഒരു സിനറിയോ ആണെങ്കിൽ അത്, അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ റോഡ്സിൻ്റെ ഏരിയ അല്ലെങ്കിൽ വെള്ളമുള്ള മീൻസ് ഇത് പറഞ്ഞാൽ എന്തോ ഈ വാട്ടർ ഹൈഡ്രോ അല്ലെങ്കിൽ വെള്ളം എത്ര ഏരിയയിലുണ്ട് അതൊക്കെ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ എത്രത്തോളം മലയുണ്ട്, അങ്ങനത്തെ ഓരോരോ കേസിന് ഓരോ ഡിഫറെൻറ്റ് സംഭവങ്ങൾ. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന റിമോട്ട് സെൻസിങ് ആണ്. അപ്പോൾ ആ കേസ് അനുസരിച്ച് നമുക്ക് സെൻസറിൽ കിട്ടുന്ന ഡാറ്റ നമ്മൾ ആ പെർട്ടിക്കുലർ കേസിന് വേണ്ടി എന്ത് ചെയ്യും, ഇൻ്റർപ്രറ്റ് ചെയ്യും. അതാണ് ഇൻ്റർപ്രിട്ടേഷൻ ആൻഡ് അനാലിസിസ്. ആപ്ലിക്കേഷൻ. The final element of remote sensing is achieved when we apply the information we have been able to extract from the imagery about the target in order for better understanding, reveal some new information or assist in solving the particular problem. അതായത് ഈ പറയുന്ന ഡാറ്റ അതായത് അടുത്ത ചാപ്റ്ററിൽ നമുക്ക് GIS വരുമ്പോൾ ഇത് തന്നെ പറയുന്നത്. ഫോർ എക്സാമ്പിൾ ട്രിവാൻഡ്രം സിറ്റിയുടെ തന്നെ നമ്മൾ എന്ത് പറയാം, ഈ ലാൻഡ് ഏരിയ മീൻസ് പൊല്യൂഷൻ്റെ സെൻസറിൻ്റെ അകത്തുനിന്ന് നമുക്ക് ഈ പറഞ്ഞ പോലെ ഈ പൊല്യൂഷനൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും, എത്രത്തോളം പുക ഉണ്ടായിട്ടുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ വേറെ എന്താ പറയുക, ഓക്കെ എത്രത്തോളം വെള്ളമുള്ള ഏരിയാസ് ഉണ്ടെന്ന് പറയാൻ പറ്റും. പിന്നെ ഈ പറഞ്ഞ പോലെ വേറെ സെൻസസ് വെച്ചിട്ട് മണ്ണിൽ എത്രത്തോളം മോയ്സ്ചർ കണ്ടൻറ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഈ മോയ്സ്ചർ കണ്ടൻറ് വെജിറ്റേഷൻ ഏരിയയൊക്കെ വെച്ച് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കോറിലേഷൻ ഉണ്ടോ, മോയ്സ്ചർ കണ്ടൻറ് ഉള്ളിടത്ത് ചെടിയുടെ അളവ് കൂടുതലാണോ കുറവാണോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻട്രാക്ട് ചെയ്യുക. അതാണ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. നമുക്ക് ഈ കിട്ടിയേക്കുന്ന ഡാറ്റ എത്രത്തോളം ചെടിയുണ്ട്, എവിടെയൊക്കെ ചെടിയുണ്ടെന്നുള്ള ഡാറ്റയൊക്കെ നമുക്ക് വേണമെങ്കിൽ, പിന്നെ ഫോർ എക്സാമ്പിൾ റോഡ് പോകുന്നതിൻ്റെ അടുത്തൊരു ചെടി കൂടുതലാണോ കുറവാണോ, റോഡ് പോകുന്നതുകൊണ്ട് ചെടി, അങ്ങനത്തെ ഓരോരോ രണ്ട് ഡാറ്റയോടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർലിങ്ക് ചെയ്തിട്ട് നമുക്ക് ഒരു കോമൺ അല്ലെങ്കിൽ ഒരു മൊത്തത്തിലൊരു ഇമേജ് കിട്ടും. അതിനാണ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഈ പറയുന്ന ഡാറ്റ അപ്ലൈ ചെയ്തിട്ട് നമുക്കൊരു സ്റ്റഡി എടുക്കാം. പിന്നെ എനർജി സോഴ്സ് അല്ലെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ. ബേസിക്കലി ലൈറ്റിനെ പറ്റി നമ്മൾ പ്ലസ് ടുവിലൊക്കെ പഠിക്കുന്ന സാധനമാണ്. അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല, ജസ്റ്റ് റഫായിട്ട് പോകുന്നേ ഉള്ളൂ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആ സംശയമുള്ള പാട്ട് ഞാൻ ക്ലിയർ ആയിട്ട് ഒന്നുകൂടെ ഒരു വീഡിയോ ആയിട്ട് റെക്കോർഡ് ചെയ്തിട്ടേക്കാം. ഓക്കെ, കമൻറ്റ് സെക്ഷനിൽ ഇട്ടാൽ മതി. ആസ് വാസ് നോട്ടഡ് ഇൻ ദ പ്രീവിയസ് സെക്ഷൻ, ദ ഫസ്റ്റ് റിക്വയർമെൻറ്റ് ഓഫ് റിമോട്ട് സെൻസിങ് ഇസ് ടു ഹാവ് എ എനർജി സോഴ്സ്. ലൈറ്റ് ഉണ്ടെങ്കിൽ ഈ പറയുന്ന സർഫസിലുള്ള പ്രോപ്പർട്ടീസൊക്കെ എടുക്കാൻ പറ്റത്തുള്ളൂ. ദിസ് എനർജി ഇസ് ഇൻ ദ ഫോം ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ വിച്ച് ഇസ് ലൈറ്റ്. നമുക്ക് കാണാൻ പറ്റാത്ത UV ഇൻഫ്രാറെഡ് അതിൽ പെടുന്നതാണ്.
All electromagnetic radiation has fundamental properties and behaves in a predictable way according to the basic wave theory. Okay, ഇതൊക്കെ ചുമ്മാ ബേസിക് എന്താ പെർപെൻഡിക്കുലർ ടു ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ആണ് ഇതിൻ്റെ വേരിയേഷൻ. ഒരു ഇലക്ട്രിക്കൽ വേവ് ഉണ്ട്, ഒരു മാഗ്നറ്റിക് വേവ് ഉണ്ട് എന്നൊക്കെ പറയുന്നേ ഉള്ളൂ. ബേസിക്സ് ആണെന്ന് ഞാൻ പറയുന്നില്ല. എന്താണ് വേവ് ലെങ്ത്, എന്താണ് ഫ്രീക്വൻസി. ഇനി സംശയം ഉണ്ടെങ്കിൽ അത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ക്ലിയർ ചെയ്തേക്കാം. ഓക്കെ, ട്രസ്റ്റ് ലെവലായതുകൊണ്ട് ഞാൻ പറയുന്നത് ഫൈൻ. Ultraviolet rays. For most purpose, ultraviolet portion of the spectrum has the shortest wavelength, which is practical for remote sensing. This radiation is just beyond the violet portion of the visible wavelength, hence its name. Some Earth surface materials, primarily rocks, minerals, fluorescents, etc., emit visible light when illuminated by റേഡിയേഷൻ. അതായത് നമ്മൾ ഈ ചില സ്ഥലങ്ങളിലൊക്കെ ഈ ഹൈലൈറ്റർ ഇങ്കൊക്കെ ഇല്ലേ, ഈ ഹൈലൈറ്ററിൻ്റെ ഇങ്കിൻ്റെ മുകളിൽ UV റേഡിയേഷൻ വരാൻ പോയാൽ അല്ലെങ്കിൽ അടിക്കാൻ പോയാൽ അത് നല്ലോണം തിളങ്ങും. അപ്പം ഈ പറയുന്ന ചില കല്ലുകൾ അല്ലെങ്കിൽ ചില മിനറൽസൊക്കെ നമുക്ക് ഈ പറയുന്ന പോലെ UV റേഡിയേഷൻ, സണ്ണിൻ്റെ UV റേഡിയേഷൻ വരുമ്പോഴത്തേക്കും അത് മാത്രം വേറൊരു കളറിലൊക്കെ തിളങ്ങും. അപ്പോൾ അങ്ങനെ തിളങ്ങുന്ന പ്രൊപ്പോർഷൻ അല്ലെങ്കിൽ സെൻസറിൽ നമുക്ക് സെപ്പറേറ്റ് ഡിഫറെൻറ്റ് റീഡിംഗ് ആയിട്ട് മനസ്സിലാവും. അപ്പോൾ അങ്ങനെ വെച്ച് നമുക്ക് ഈ UV റേഡിയേഷൻ വെച്ച് മനസ്സിലാൻ പറ്റും ആ പെർട്ടിക്കുലർ ഏരിയയിൽ ആ പെർട്ടിക്കുലർ മിനറൽ ഉണ്ടെന്നൊക്കെ. അങ്ങനത്തെ കേസസിനൊക്കെ UV റേഡിയേഷൻ ഭയങ്കര യൂസ്ഫുള്ളാണ്. പിന്നെ വിസിബിൾ ലൈറ്റിനെ പറ്റി ജസ്റ്റ് വായിച്ചിട്ടൊന്നും പ്രത്യേകിച്ച് പറയാനില്ല, ഒന്ന് വായിച്ചിട്ടേക്കാം. ദ ലൈറ്റ് വിച്ച് ആർ ഐസ് ഓർ റിമോട്ട് സെൻസേഴ്സ് ക്യാൻ ഡിറ്റക്ട് അല്ലെങ്കിൽ ക്യാമറയിലൊക്കെ ഡിറ്റക്ട് ചെയ്യുന്ന ഇസ് എ പാർട്ട് ഓഫ് ദ വിസിബിൾ സ്പെക്ട്രം. It is important to recognize how small the visible portion is relative to the rest of the spectrum. Okay, there is a lot of radiation around us which is invisible to our eyes but can be detected by other remote sensing instruments and used to our advantage. The visible wavelength cover a range of approximately 0.4 to 0.9 micrometer. The longest visible wavelength is red and the shortest is violet. റെയിൻബോയിലുള്ള രണ്ട് എൻഡിലുള്ള കളേഴ്സ്. ഇതൊക്കെ ചുമ്മാ ഞാൻ പിന്നെ പറഞ്ഞ് വായിച്ച് വിടുന്നില്ല, ജസ്റ്റ് വായിച്ചാൽ മനസ്സിലാകാനുള്ളൂ. നിങ്ങൾ മനസ്സിലാകുന്നില്ലെങ്കിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. പിന്നുള്ളതാണ് ഇൻഫ്രാറെഡ് റേസ്. ദ നെക്സ്റ്റ് പോർഷൻ ഓഫ് ദ സിസ്റ്റം ഓഫ് ഇൻട്രസ്റ്റ് ഇസ് ദ ഇൻഫ്രാറെഡ് റീജിയൻ വിച്ച് കവേഴ്സ് ദ വേവ് ലെങ്ത് റേഞ്ച് ഓഫ് അപ്രോക്സിമേറ്റ്ലി 0.7 micrometer to 100 micrometer, more than 100 times as wide as visible portion. അതായത് ഈ റെഡ് റീജിയൻ്റെ അപ്പുറത്ത് വരുന്നതാണ്. അതെന്ന് പറയുന്നത് നമുക്ക് കാണാൻ പറ്റില്ല. ഈ റിമോട്ടിലൊക്കെ യൂസ് ചെയ്യുന്ന ഇൻഫ്രാറെഡ് റേസ് ആണ്. ഓക്കെ, ഈ പറയുന്ന സാധനം എന്ന് പറയുന്നത് ഹീറ്റ് അല്ലെങ്കിൽ നല്ല ചൂടുള്ള സ്ഥലങ്ങളിലൊക്കെ ചൂട് കൂടുന്നതനുസരിച്ച് ഇൻഫ്രാറെഡ് റേഡിയേഷൻ്റെയും ഇത് കൂടും. ഫോർ എക്സാമ്പിൾ നല്ല ചൂട് പാത്രത്തിലോട്ട് നമ്മൾ ഇൻഫ്രാറെഡ് ക്യാമറ വെച്ചിട്ട് ഈ തെർമൽ സ്കാനേഴ്സ് എന്നൊക്കെ നമ്മൾ സിനിമ കാണത്തില്ല, ഈ പറയുന്ന പോലെ ആർമി ഫിലിംസിലൊക്കെ. അപ്പോൾ അതൊക്കെ ഈ പറയുന്ന ഇൻഫ്രാറെഡ് റേഡിയേഷൻ വെച്ചിട്ടാണ് കണ്ടുപിടിക്കുന്നത്. ദ ഇൻഫ്രാറെഡ് റീജിയൻ ക്യാൻ ബി ഡിവൈഡ് ഇൻ ടു 2 categories based on the radiation properties: the reflected IR and thermal infrared radiation. The reflected IR region is used for remote sensing purpose in ways very similar to the radiation of the visible portion. അതായത് വിസിബിൾ പോർഷനിലുള്ള പോലെ തന്നെ നമുക്ക് ഇനി പറയുന്നൊരു പ്രോപ്പർ ഒരു മെറ്റീരിയൽ അടിച്ചിട്ട് ആ മെറ്റീരിയൽ റിഫ്ലക്ഷനൊക്കെ ആയിട്ടാണ് നമ്മൾ ഈ റിഫ്ലക്റ്റഡ് IR യൂസ് ചെയ്യുന്നത്. ദ റിഫ്ലക്റ്റഡ് IR കവേഴ്സ് ദ വേവ് ലെങ്സ് ഫ്രം, ഈ മാഗ്നിറ്റ്യൂഡ് പഠിക്കേണ്ടതിൻ്റെ കൺസെപ്റ്റ്സ് മാത്രം പഠിച്ചാൽ മതി എന്ന് തോന്നുന്നു, പാടയും 0.7 micrometer to 3 micrometer. The reflected IR can be further classified into 2: near IR and mid IR, also referred as short wave infrared. The thermal IR region is quite different than visible and reflected IR portions, as this energy is essentially the energy that is emitted from the Earth's surface in the form of heat. ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം തന്നെ ജസ്റ്റ് ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്, അതായത് ഹീറ്റ് എന്ന ഫോമിൽ ജനറേറ്റ് ചെയ്യുന്നത് ഈ പറയുന്ന തെർമൽ IR ആണ്. എർത്ത് സർഫസിൽ നിന്ന് ഇങ്ങനെ അല്ലാതെ തന്നെ ജനറേറ്റ് ആവുന്നുണ്ട്. പിന്നെ അടുത്ത ടൈപ്പ് ഓഫ് എനർജി എന്ന് പറയുന്നത് മൈക്രോവേവ്സ്. ദ പോർഷൻ ഓഫ് ദ സ്പെക്ട്രം മോർ റീസെൻറ്റ് ഇൻട്രസ്റ്റ് ടു റിമോട്ട് സെൻസിങ് ഇസ്, അതായത് ഇപ്പം ഈ പറയുന്ന പോലെ ഈ ഇടയ്ക്കാണ് ഈ പറഞ്ഞ മൈക്രോവേവ്സ് വെച്ചിട്ട് നമുക്ക് സ്റ്റഡി ചെയ്യാമെന്നൊക്കെ കണ്ടുപിടിക്കുന്നത്. ആ പറയുന്ന വേവ്സിൻ്റെ വേവ് ലെങ്ത് എന്ന് പറയുന്നത് 1 millimeter to 1 meter ആണ്. This covers the longest wavelength that is used for remote sensing. The shorter wavelengths have properties similar to that of thermal infrared region, while the longer waves approach the wavelengths used for radio broadcast. അതായത് ഇതിനകത്തുള്ള ഷോർട്ടർ വേവ് ലെങ്ത് എന്ന് പറയുന്നത് ഏകദേശം നമ്മുടെ ഈ പറഞ്ഞ തെർമൽ കേസിൽ അപ്ലൈ ചെയ്യുന്ന ടൈപ്പ് റേഡിയേഷൻസ് ആയിരിക്കും. പക്ഷേ വലിയ റേഞ്ച് എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ ഇൻഫ്രാറെഡ് അല്ല റേഡിയോ വേവ്സ് ഒക്കെ പോകുന്ന റീജിയനായിരിക്കും. അപ്പോൾ ഈ പറഞ്ഞ പോലെ
റേഡിയോ വേവ്സും അതിൻ്റെയൊക്കെ ഇൻറ്റൻസിറ്റീസും അല്ലെങ്കിൽ അതിൻ്റെ രീതിയിലുള്ള പ്രോപ്പർട്ടി നമുക്ക് ഈ സെൻസേഴ്സൊക്കെ വെച്ചിട്ടാണെങ്കിലും അനലൈസ് ചെയ്യാൻ പറ്റും. Microwaves are capable of penetrating the atmosphere under virtually all conditions, depending on the wavelengths involved. Microwave energy can also see through haze, light rain, snow, clouds and smoke. അതായത് ഈ പുകയും ക്ലൗഡ്സും പിന്നെ സ്നോ ഒക്കെ ഉണ്ടെങ്കിൽ പറയുന്ന UV റേഡിയേഷനൊന്നും അതിൻ്റെ ഇടയിൽ കൂടെ പാസ് ഇല്ല, അത് സ്കാറ്റർ ചെയ്ത് പോകും. നമ്മൾ തിരിച്ച് എർത്ത് സർഫസിൽ എത്താനും പാടാണ്, അതുപോലെ തന്നെ സെൻസറിലോട്ടും പിന്നെ റിഫ്ലക്റ്റ് ചെയ്ത് തിരിച്ചെത്താൻ പാടാണ്. പക്ഷേ ഈ പറയുന്ന ഇൻഫ്രാറെഡിന് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് വരില്ല. ഓക്കെ, ബാക്കി സെക്ഷൻ അടുത്തൊരു വീഡിയോ ആയിട്ട് തുടങ്ങാം. എനർജി ഇൻട്രാക്ഷൻ വിത്ത് അറ്റ്മോസ്ഫിയർ.